ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട ഭരണഘടനാപരമായിട്ടുള്ള അതിൻ്റെ അവകാശമാണ്. അതല്ലെങ്കിൽ നിയതമായിട്ടുള്ള നിയമങ്ങൾ വെച്ച് ദുരന്തമുണ്ടായാൽ ആ ദുരന്തബാധിതരെ എങ്ങനെയാണോ മുൻ അനുഭവങ്ങൾ വെച്ച് സഹായിക്കേണ്ടത് ആ വിധത്തിൽ കേരളത്തിൽ സഹായിക്കണം എന്നാണ്. എന്നാൽ ഇന്ന് അനുവദിച്ചു എന്ന് പറയുന്നത് ഒരു ലോണാണ്. ലോണെന്ന് പറഞ്ഞാൽ ഉപാധികളോട് കൂടിയുള്ള ലോണാണ്. ആരോ രാവിലെ പറയുന്നത് കേട്ട് ഉപാധിരഹിതമായിട്ടുള്ള ലോണാണ്. അല്ല, കൃത്യമായ ഉപാധികളോടുകൂടി തന്നെ ലോൺ നൽകിയിരിക്കുകയാണ്. പബ്ലിക് ഫിനാൻസിൻ്റെ ഡയറക്ടർ, പിന്നെ പബ്ലിക് ഫിനാൻസിൻ്റെ സ്റ്റേറ്റ് ഡിവിഷൻ്റെ ഡയറക്ടർ അടിച്ച് നൽകിയിട്ടുള്ള കത്തിൽ ആ നിബന്ധനകളെല്ലാം കൃത്യമായിട്ട് വിവരിച്ചിട്ടുമുണ്ട്. സാസ്കി എന്ന് പറയുന്ന സെൻട്രൽ അസിസ്റ്റൻറ്റ് ഫോർ സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുത്തി കേരളത്തിന് നൽകിയിരിക്കുന്ന ലോണിലും നിബന്ധനകൾ എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ പ്രശ്നം. ഇത് കേരളത്തിനോടുള്ള കടുത്ത നീതി നിഷേധത്തിൻ്റെ ക്രൂരമായിട്ടുള്ള ഒരു താല്പര്യമാണ്. കടുത്ത നീതി നിഷേധത്തിൻ്റെ ഏറ്റവും ക്രൂരമായൊരു മനോഭാവമാണ്. കേരളം അടിയന്തിരമായി ദുരന്തമുണ്ടായ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം കൂടി ആവശ്യപ്പെട്ടതനുസരിച്ച് ദുരന്തമുണ്ടായി 17 ദിവസത്തിനകം കൊടുത്ത കേരളത്തിൻ്റെ നഷ്ടങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരിടപെടൽ അതുണ്ടായില്ല. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ട് അദ്ദേഹം കൂടി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആ പണം, ആ മെമ്മോറാണ്ടം 1202 കോടി രൂപയുടെ നഷ്ടത്തിൻ്റെ കൃത്യതയോടുകൂടിയുള്ള കണക്കുമായി കേരളം പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ മുന്നോട്ട് വെച്ചത്. അത് കഴിഞ്ഞ് പുതിയതായി ഓപ്പൺ ചെയ്ത വിൻഡോയിലൂടെ നവംബർ 13 തന്നെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് കേരളം സമർപ്പിക്കുകയുണ്ടായി. ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ അതിലും ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടായില്ല. എന്നാൽ സാസ്കിയിലൂടെ ഇപ്പോൾ ലോൺ കേരളത്തിന് നൽകുമ്പോഴും കേരളത്തിനോട് പറയുന്നത് 31-ാം തീയതി, മാർച്ച് മാസം 31-ാം തീയതിക്കകത്ത് ഇത് ചെലവഴിക്കണം. ദ എമൗണ്ട് റിലീസ്ഡ് ഷാൽ ബി യൂട്ടിലൈസ്ഡ് ബൈ 31/3/2025. റിലീസ് ഓഫ് ഫണ്ട് ടു ഇന്റർമീഡിയറ്റ് ഏജൻസീസ് വിത്തൗട്ട് ആക്ച്വൽ പേയ്മെൻറ്റ് ഓഫ് ദ ഫൈനൽ റെസിപ്റ്റൻറ്റ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ വളരെ 45 ദിവസത്തിനകം ലഭ്യമാക്കിയിട്ടുള്ള പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള തുക ചെലവഴിക്കണം എന്ന ധാരണയോടുകൂടി ഒരു ലോൺ കൈമാറുകയാണ്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ 5ാമത്തെ നിബന്ധനയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്, കേരളം അന്ന് ഈ ലോൺ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ പറഞ്ഞ പ്രോജക്റ്റുകൾ, അതായത് പാലം പണി, റോഡ് പണി, സ്കൂളുകളുടെ നിർമ്മാണം, ഇങ്ങനെ തുടങ്ങി സ്വാഭാവികമായിട്ടും സമർപ്പിച്ച പ്രോജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് വകമാറ്റി ചെലവഴിച്ചാൽ അത് കേരളത്തിന് ലഭ്യമാകുന്ന ഡെവല്യൂഷനിൽ കുറവ് വരുത്തും. അതായത് കേന്ദ്രം കേരളത്തിന് സാധാരണ നിലയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു പാലം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ പാലത്തിന് ആരെങ്കിലും പിന്നീട് സഹായം ചെയ്താൽ പാലം തന്നെ ചെയ്തേക്കണം. പാലം മാറി ഒരു റോട്ടിലേക്ക് കടന്നാൽ അങ്ങനെ എടുക്കുന്ന സംഖ്യ ചെലവഴിക്കുന്നത് ഈ ലോണിൻ്റെ ഭാഗമല്ല എന്ന് കാണുകയും അത് കേരളത്തിന് സാധാരണ നൽകുന്ന ഡെവല്യൂഷനിൽ പെടുത്തി കേരളത്തിന് സാധാരണ നൽകുന്ന ഭരണഘടനാപരമായിട്ടുള്ള വിവിധ സംഖ്യകളിൽ പെടുത്തി കുറവ് ചെയ്യും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപാധിരഹിതമല്ല, കടുത്തുപാധികളോട് കൂടിയിട്ടുള്ള ഒരു ലോണാണ് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ സ്വാഭാവികമായിട്ടും ഇത് 31/3 ചെലവഴിക്കുക 45 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അത്ര സാധ്യമല്ല. ഈ തീരുമാനമനുസരിച്ച് ഏൽപ്പിക്കുന്ന ഏജൻസികൾക്ക് തുക കൈമാറി ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോയാൽ മതിയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടി ഫിനാൻസിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ACSനെയും അതുപോലെ തന്നെ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തി അവരിന്ന് തന്നെ ആ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള പരിശോധന നടത്തും. മുമ്പിങ്ങനെ അനുഭവങ്ങളില്ലാത്തത് കൊണ്ട് പ്രീസിഡൻറ്റ് നമുക്ക് ഉണ്ടാകില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വിശദാംശങ്ങൾ പഠിച്ചതിന് ശേഷം ആ കാര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് സമീപിക്കാൻ കഴിയുക, എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുക എന്ന് നമ്മൾ അന്വേഷിക്കും. കേരളം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കേരളത്തിനോട് എന്തുമാകാം എന്ന നിലപാട് എടുക്കുന്നത് ശരിയായ കാര്യമല്ല. കേരളത്തിന് ലഭ്യമാകേണ്ട അവകാശങ്ങൾ തടുത്തു നിർത്താനും കേന്ദ്ര സഹായം ലഭ്യമാക്കി എന്ന് പുകമുറ കാട്ടാനും ഈ ലോൺ അനുവദിക്കപ്പെടും എന്ന് കരുതുന്നില്ല. പക്ഷേ ഇപ്പോൾ കേരളം എന്തു വില കൊടുത്തും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞതുപോലെ ഈ വർഷത്തിൽ തന്നെ അവിടെ പുനർനിർമ്മാണം പൂർത്തിയാക്കണം എന്ന ലക്ഷ്യമുള്ളതുകൊണ്ട്, അഥവാ വീടുകളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കുക എന്ന ആദ്യഘട്ട നടപടിയെങ്കിലും പൂർത്തിയാക്കണം എന്നുള്ളതുകൊണ്ട് ഏതു സഹായവും ഏതു ലോണും സ്വീകരിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലാണ് കേരളം. ഇങ്ങനെ ലഭ്യമാകുന്ന ലോൺ ഇനി കേരളത്തിൻ്റെ ബോറോയിങ് കപ്പാസിറ്റിയിൽ ഉൾപ്പെടുത്തുമോ എന്ന കാര്യം കൂടി
പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ചിലപ്പോൾ അങ്ങനെയും ഒരു ക്രൂരമായ ബലിതം കേരളത്തിനോടങ്ങ് നടത്തിക്കളയാം എന്ന് ആളുകൾ തീരുമാനിച്ചാൽ എന്തു ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, കേരളം തികഞ്ഞ പട്ടിണിയോടെ ഏതെങ്കിലും സിവിൽ കോടതിയിൽ പോയി പാപ്പരാണെന്ന് പ്രഖ്യാപിക്കുന്ന വിധം മെലിഞ്ഞുണങ്ങി നിന്നാൽ മാത്രമേ സഹായം ലഭ്യമാക്കൂ എന്ന് പറഞ്ഞതിലൂടെ നിലപാട് ഏതാണ്ട് വ്യക്തമായി. എങ്കിലും PDNAയിൽ ഇപ്പോഴും കേരളത്തിന് പ്രതീക്ഷയുണ്ട്. ഇതിലിപ്പോ നമ്മൾ ഇതുവരേക്കും ചോദിച്ചതൊന്നും തന്നിട്ടില്ല, അപ്പോൾ തന്നതാണെച്ചാൽ ഉപയോഗിക്കാൻ പറ്റാതെ ഇത് ആ ഒരു രീതിക്കുള്ളതാണോ? അങ്ങനെയല്ല, ഇത് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ഇതിൻ്റെ PDNAയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ചില പോർഷൻസ് പ്രത്യേകമായി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ലോഡാണ്. അപ്പോൾ അതിലേക്ക് കൈമാറാൻ കഴിയുന്ന 16 കാര്യങ്ങൾ കേരളം നേരത്തെ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ലോണാണെങ്കിലും ആ തുക ഇപ്പോൾ ഒരു സഹായം എന്ന നിലയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ ഇന്ന് തന്നെ കേരളം ആലോചിക്കും. ഓരോ മണിക്കൂറും കൗണ്ട് ഡൗൺ ആണ് എന്നുള്ളത് കൊണ്ട് കഠിനമായിട്ടുള്ള ഒരു വാള് തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്നു ഉപാധികളുടെ പേരിൽ എന്നുള്ളത് കൊണ്ട് കേരളം ഇന്നത് പരിശോധിച്ച് പൂർണ്ണമായും നമുക്കൊരു മറുപടി പറയാനാകും. അങ്ങനെയല്ല, നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സാസ്കി എന്ന വിൻഡോ ഓപ്പൺ ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ എല്ലാ പ്ലാനും കൊടുത്ത ഘട്ടത്തിൽ ഇതും നമ്മൾ നോക്കിയിരുന്നു, കിട്ടുന്നത് എന്തും സഹായം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ആ പ്ലാനിൽ എങ്ങനെ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തുക ചെലവഴിക്കാമെന്ന ഉപാധികളിൽ എങ്ങനെ നിൽക്കാം എന്ന കാര്യം തന്നെയാണ് കേരളം പരിശോധിക്കുക. കാരണം കേന്ദ്രമൊന്നും തരുന്നില്ല, പിന്നെ കിട്ടുന്നത് ലോണാണ്. ബോറോയിങ് കപ്പാസിറ്റിയിൽ പെടാതെ തിരിച്ചടയ്ക്കാമെന്ന ഉറപ്പിൽ ലോണെങ്കിൽ ലോണ് അത് ഉപയോഗപ്പെടുത്താൻ തന്നെയായിരിക്കും ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ നമ്മൾ പെടുത്തുക. പക്ഷേ കേരളത്തിനോടുള്ള അവഗണന പല വിധത്തിലുള്ള ഘട്ടങ്ങളിലൂടെ കേന്ദ്രം ഒരു മടിയുമില്ലാതെ മനസാക്ഷിയുമില്ലാതെ ഒരു ക്രൂരബലിതം ആഘോഷിക്കുന്നത് പോലെ നടപ്പിലാക്കുന്നു എന്നതിലുള്ള പ്രയാസം മാത്രമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. 45 ദിവസം എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ സമയപരിധിയാണ്. അതിനുള്ളിൽ ഈ പണം ചെലവഴിച്ച് അതിൻ്റെ കണക്കുകൾ റിട്ടേൺ ചെയ്യാൻ ഒരു സ്വാഭാവികമായിട്ടൊരു പ്രായോഗിക ബുദ്ധിമുട്ടില്ല. അത് ഏത് നിലയിലാണ് മുന്നോട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ യോഗം അക്കാര്യത്തിൽ ഏത് സ്ട്രാറ്റജി ആയിരിക്കും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ നേരെ പറഞ്ഞത്, നമ്മുടെ സർക്കാരിൻ്റെ ഔദ്യോഗികമായ ഏജൻസികൾക്ക് കൃത്യതയോടുകൂടിയുള്ള കണക്ക് തയ്യാറാക്കി ടെൻഡർ നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിച്ച് ആ തുക കൈമാറിയാൽ പ്രശ്നം തീരും. അല്ലാതെ ഇത്ര വലിയ തുകയൊക്കെ പണിത് തീർക്കണമെങ്കിൽ വരുന്നൊരു കാലം ഉണ്ടല്ലോ, അത് എത്ര തൊഴിലാളി വന്നാലും ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ ആ പാലത്തിൻ്റെ അടിസ്ഥാന ഉറപ്പ് നമുക്ക് വരുത്താനുള്ള ഒരു ക്യൂറിംഗ് പീരീഡ് ഉൾപ്പെടെ നമുക്ക് വേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അക്കാര്യം ഇന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നല്ലതുപോലെ പരിശോധിച്ച് പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുമായിട്ട് ആ കാര്യം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിനകത്ത് നിന്നുകൊണ്ട് ചെലവഴിക്കാൻ പറ്റുമോ എന്ന കാര്യം ആലോചിക്കും. കേന്ദ്രത്തിനെ ഇക്കാര്യത്തിൽ സമീപിച്ചാൽ ഈ ലോണിൻ്റെ കാലാവധി നീട്ടിത്തരാനുള്ള ഏതെങ്കിലും പ്രൊഫഷനുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷിക്കും. മുമ്പിങ്ങനെ അനുഭവമില്ലാത്തത് കൊണ്ട് ഒരു പ്രീസിഡൻറ്റിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു പുതിയ അനുഭവമാണ്, ആ കാര്യവും അങ്ങനെ തന്നെ പരിശോധിക്കും.